ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ സോയിൽ എഞ്ചിനീയറിംഗ് ആണ് അല്ലെങ്കിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഡിസ്കസ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. കഴിഞ്ഞ സെഷനിൽ കുറേ ആയിട്ട് പെർമിബിലിറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെർമിബിലിറ്റി എന്താന്ന് പറഞ്ഞു, അതിന്റെ യൂണിറ്റ് പറഞ്ഞു, ഇൻട്രൻസിക് പെർമിബിലിറ്റി എന്താന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് പെർക്കുലേഷൻ പെർമിബിലിറ്റി എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, കോഎഫിഷ്യന്റുകൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ സെഷനിൽ പറയാനുള്ളത് ടൈപ്സ് ഓഫ് സ്ട്രാറ്റിഫൈഡ് ലെയറിലൂടെയുള്ള പെർമിബിലിറ്റിന്റെ അവസ്ഥയാണ്. ഓക്കെ, പെർമിബിലിറ്റി കെ ഇൻ എ സ്ട്രാറ്റിഫൈഡ് സോയിൽ ഇതാണ് നമ്മുടെ ഇന്നത്തെ പോയിന്റ് ഓഫ് ഡിസ്കഷൻ. സ്ട്രാറ്റിഫൈഡ് സോയിലിലെ നമ്മുടെ പെർമിബിലിറ്റിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത്. നോക്കിയേ, സ്ട്രാറ്റിഫൈഡ് സോയിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സോയിലിന്റെ താഴോട്ട് ലെയർ നമ്മൾ നോക്കുമ്പോൾ പ്രോപ്പർട്ടീസ് എല്ലാം ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ ഇഫ് യു ആർ കൺസിഡറിങ് എ മാസ് ഓഫ് സോയിൽ നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ആദ്യത്തെ ലെയറിന്റെ ഡെപ്ത് നമുക്ക് Z1 എന്ന് പറയാം, രണ്ടാമത്തെ ലെയറിന്റെ ഡെപ്ത് Z2 എന്ന് പറയാം, മൂന്നാമത്തെ ലെയറിന്റെ ഡെപ്ത് എന്ന് പറയുമ്പോൾ ഇതാ ഉദ്ദേശം. ഓക്കെ, ഈ ഡയമെൻഷൻ ഡെപ്ത് എത്രയാണ്? Z1, Z2, Z3 ആണ്. ആൻഡ് ഓരോ സോയിലിനും ഉണ്ടാവുന്ന പെർമിബിലിറ്റി K1 ആണ്. ഈ സോയിൽ വേറൊരു സോയിലാണ്. ഓക്കെ, ഈ സോയിൽ വേറൊരു സോയിലാണ്. അതായത് ഡിഫറെന്റ് ഡെപ്തും ഡിഫറെന്റ് പെർമിബിലിറ്റിയുമുള്ള കുറെ സോയിലുകൾ ഒന്നിച്ച് കാണപ്പെടുന്നു. ഇങ്ങനെയുള്ള സോയിലൂടെ വാട്ടർ പെർക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ എന്തായിരിക്കും ആവറേജ് പെർമിബിലിറ്റി എന്ന് നമുക്ക് പറയണം അല്ലെ. നമുക്ക് കുറെ സോയിൽ ഉണ്ടല്ലോ, ഓരോ സോയിലും ഓരോ പെർമിബിലിറ്റി ആണ്. സോ ഇത് മൊത്തം സോയിൽ മാസിന്റെ ആവറേജ് പെർമിബിലിറ്റി ആണ് നമ്മൾ പറയുക. ലെറ്റ്സ് സേ ഇതിലൂടെ ഇപ്പോൾ ഫ്ലോ നടക്കുന്നത്, ഒന്നാമത്തെ കേസ് പാരലൽ ഫ്ലോ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ആവശ്യപ്പെടും? കെ ആവറേജ് കാണപ്പെടുന്നു. ഇതിനെ നാട്ടിൽ എന്തും പറയാറുണ്ട്? കെ ഹൊറിസോണ്ടൽ എന്നും പറയാറുണ്ട്. കാരണം ഇവിടെ വാട്ടർ ഫ്ലോ ചെയ്യാൻ പോകുന്നതാ ഇത്തരത്തിലാണ്. നിങ്ങളിവിടെ പീസോമീറ്റർ കണ്ട് ചെയ്താൽ ചിലപ്പം ഹൈ ലെവൽ ഓഫ് വാട്ടർ ഇവിടെ കാണാം. ഇത്രയും ലെവലിൽ വാട്ടർ ഉണ്ട്. ആൻഡ് അത് എക്സിറ്റ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ വാട്ടർ ലെവൽ എന്തായിരിക്കും? കുറവായിരിക്കും, താഴെയായിരിക്കും. അതായത് 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഫ്ലോ നടക്കും. ആൻഡ് ഫ്ലോ നടക്കുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലാണ്. ഇതിലൂടെ പാരലൽ ആയിട്ടാണ് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, സോയിൽ സ്ട്രാറ്റിഫയറിന് പാരലായിട്ട്, ഓരോ സോയിലിനും പാരലായിട്ട് എന്ത് ചെയ്യുന്നു? ഫ്ലോ നടക്കുന്നു. ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ ഡെറിവേഷൻ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് അങ്ങനെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. കെ ആവറേജ് ഈസ് ഗിവൺ ബൈ that is nothing but the K horizontal in this case is given by, yes, formula പറയൂ. It is given by എന്താണ്? Summation of Ki into Zi divided by summation of Zi. നോക്കി അതിനെ ഒന്നും കൂടി മാറ്റി എഴുതാം. That is K horizontal is equal to K1 Z1 plus K2 Z2 plus K3 Z3 divided by Z1 plus Z2 plus Z3 ആണ്. ഇതാണ് ഡയറക്റ്റ് ഫോർമുല, അറിഞ്ഞിരിക്കുക. ദിസ് ഈസ് K ഹൊറിസോണ്ടൽ ഓൺലി. അതായത് ഫ്ലോ ഈസ് ഒക്കറിംഗ് പാരലൽ ടു ദ സ്ട്രാറ്റിഫൈഡ് സോയിൽ. ഇപ്പോ ഫ്ലോ നടക്കുന്നത് എങ്ങനെയാണ്? സ്ട്രാറ്റിഫൈഡ് സോയിലിന് പാരലൽ ആയിട്ടാണ് അല്ലെ. ഇവിടുന്ന് ഇങ്ങനെ പോകുന്നു, സ്ട്രാറ്റിഫൈഡ് സോയിലിന് പാരലൽ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആവറേജ് K പറയണം. ദാറ്റ് ഈസ് നൗ നത്തിങ് ബട്ട് എന്നാണ് K ഹൊറിസോണ്ടൽ. ഇതേ സിറ്റുവേഷൻ തിരിച്ചു വരാം. അതായത് എങ്ങനെ സംഭവിക്കാം? രണ്ടാമത്തെ കേസ് പെർപെൻഡിക്കുലർ ഫ്ലോ ആണ് നടക്കുന്നത്. ആൻഡ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ പറയേണ്ട K ആവറേജ് ഏതായിരിക്കും? K ആവറേജ് ഈസ് നത്തിങ് ബട്ട് ദ K വെർട്ടിക്കൽ KB ആണ്. അതായത് നേരത്തെ വരച്ച അതേ സോയിൽ മാസ് ആണ് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഡിഫറെന്റ് സോയിൽ മാസ് 3 നമുക്ക് കൺസിഡർ ചെയ്യാം. യെസ്, 3 ഒരു സോയിൽ മാസ് എടുത്തപ്പോൾ അതിൽ Z1 ആണ് ഇതിന്റെ ഡെപ്ത് Z2 ആണ്, ഇതിന്റെ ഡെപ്ത് Z3 ആണ്. ആൻഡ് ഇതിലൂടെ പെർമിബിലിറ്റി എത്രയാണ്? K1 ആണ്. K1 is the permeability, K2 is the permeability, K3 is the permeability, and the flow is occurring in the vertical direction. Clear അല്ലേ? അതായത് പീസോമീറ്റർ നിങ്ങൾ കണക്ട് ചെയ്താൽ താഴെ നിങ്ങൾ പീസോമീറ്റർ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അതിൽ എന്തുണ്ട്? നമുക്ക് ഭയങ്കര ഹൈ ലെവലിൽ നമുക്ക് വെള്ളം കാണാൻ പറ്റുന്നു. ഓക്കെ, പീസോമീറ്റർ കണക്ട് ചെയ്തപ്പോൾ ഇതാണ് പീസോമീറ്ററിലെ വാട്ടർ ലെവൽ. ആൻഡ് ഇവിടെ ഒരു പീസോമീറ്റർ കണക്ട് ചെയ്തപ്പോൾ എന്ത് കാണുന്നു? വാട്ടർ ലെവൽ കുറവാണ്. ഓക്കെ, സോ താഴെ നിന്ന് മുകളിലേക്ക് എന്ത് ചെയ്യും? യെസ്, വാട്ടർ ഒഴുകും. അതായത് ലെയേഴ്സിന്, നമ്മുടെ സോയിലിന്റെ ഡിഫറെന്റ് ലെയേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫ്ലോ നടക്കുന്നു. ദാറ്റ് ഈസ് എ കേസ് ഓഫ് പെർപെൻഡിക്കുലർ ഫ്ലോ. കണ്ടുപിടിക്കാൻ പോകുന്ന K ആവറേജിനെ K വെർട്ടിക്കൽ എന്ന് പറയും. ഓക്കെ അല്ലേ? എന്താ ഫോർമുല?
ഫോർമുല ഡയറക്ട്ലി അറിഞ്ഞിരിക്കുക. കർവ് വെർട്ടിക്കൽ ദാറ്റ് ഈസ് ദ സമ്മേഷൻ ഓഫ് ZI ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് ZI ബൈ എന്താണ് KI എന്നാണ്. ZI ബൈ KI എന്ന് പറയുന്ന ഫോർമുലയാണ് നമ്മൾ എഴുതേണ്ടത്. ആൻഡ് ദാറ്റ് ഫോർമുല നമ്മൾ ഒന്നും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെയാ വരിക? KV ഈസ് ഈക്വൽ ടു Z1 പ്ലസ് Z2 പ്ലസ് Z3 ഡിവൈഡ് ബൈ Z1 ബൈ K1 പ്ലസ് Z2 ബൈ K2 പ്ലസ് Z3 ബൈ K3. ഇങ്ങനെയാണ് നമ്മൾ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നോക്കിയേ, ഫോർമുല സിമ്പിൾ ആണ്, തിയറി വളരെ സിമ്പിൾ ആണ്. ബട്ട് ഇവിടുത്തെ വരുന്ന ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ ലെവല് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, യെസ്, നോക്കിയേ, ഇതാണ് ചോദ്യം. ലെറ്റ്സ് ഡു ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. യെസ്, പറയൂ, ഒന്ന് വായിച്ചേ. എ നോൺ ഹോമോജീനിയസ് സോയിൽ ഡെപ്പോസിറ്റ്, അതായത് വളരെ വ്യത്യസ്തമായ സോയിൽ അടങ്ങിയ ഒരു സോയിൽ ഡെപ്പോസിറ്റ് ആണ്. കൺസിസ്റ്റ് ഓഫ് എ സിൽട്ട് ലെയർ ആണ്, സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ഫൈൻ സാൻഡ് ലെയർ അറ്റ് ദ ടോപ്പ് ആൻഡ് എ ക്ലേ ലെയർ അറ്റ് ദ ബിലോ. ഓക്കെ, സോ ആദ്യം നമുക്ക് സോയിൽ ലെയർ വരയ്ക്കാം. ഓരോ സ്റ്റെപ്പായിട്ട് വരയ്ക്കുക കാര്യങ്ങൾ. ഓക്കെ, വളരെ വളരെ മാന്യമായിട്ട് വരയ്ക്കുക കാര്യങ്ങൾ. നോക്കിയേ, യെസ്, ആദ്യം സോയിൽ ലെയർ വരയ്ക്കാം. നമുക്ക് ആദ്യം സോയിൽ ലെയർ വരയ്ക്കാം. സോ എങ്ങനെയാണുള്ളത്? ഒരു ലെയർ, 2 ലെയർ, 3 ലെയർ, 4 ലെയർ. നടുക്കുള്ളത് ആരാണ്? സിൽട്ടാണ്. നടുക്കുള്ളത് സിൽട്ടാണ്. അതിന് ടോപ്പിൽ സാൻഡ് എന്നാണ് അവർ പറയുന്നത്, ഏറ്റവും താഴെ ക്ലേ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഡിഫറൻറ്റ് സോയിലായല്ലോ. ഓക്കെ, ഇതിന് നമുക്ക് K1 എന്ന് പറയാം, ഇത് K2 എന്ന് പറയാം, ഇത് K3 എന്ന് പറയാം. ആൻഡ് ഇതിന്റെ ഡെപ്ത് Z1 എന്ന് പറയാം, ഇതിന്റെ Z2 എന്ന് പറയാം, ഇതിന്റെ Z3 എന്ന് പറയാം. ഓക്കെ, ബാക്കി വായിക്കൂ. ദ പെർമിബിലിറ്റി ഓഫ് ദ സിൽട്ട് ലെയർ, അതായത് K2 അല്ലെ, ഓഫ് ദ സിൽട്ട് ലെയർ, പെർമിബിലിറ്റി ഓഫ് ദ സിൽട്ട് ലെയർ ഈസ് 10 times the permeability of the clay layer. അതായത് ഒന്നാമത്തെ റിലേഷൻ ക്ലേ ലെയറിന്റെ 10 times ആണ് K2 ഈസ് ഈക്വൽ ടു 10 times K3 എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ. ആൻഡ് 1/10 ഓഫ് ദ പെർമിബിലിറ്റി ഓഫ് ദ സാൻഡ് ലെയർ. ആൻഡ് K2 എന്ന് പറയുന്നത് 1/10 ഓഫ് എത്രയാണ്? K1 ആണ്. K1 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, യെസ്. പിന്നെന്താ പറയുന്നത്? ബാക്കി വായിച്ചേ. സിമിലർലി യെസ്, the thickness എവിടെ? The thickness of the silt layer, അതായത് Z2 is 2 times the thickness of the silt layer is 2 times the thickness of the sand layer. So എങ്ങനെ പറയാം? thickness of the silt layer Z2 is equal to 2 times the thickness of the sand layer അല്ലേ? 2 times Z1 ആണ്. ആൻഡ് ഇതേ Z2 ഈസ് ഈക്വൽ ടു 2/3 ഓഫ് Z3 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഇക്വിവാലന്റ് ഹൊറിസോണ്ടൽ ആൻഡ് ഇക്വിവാലന്റ് പെർമിബിലിറ്റി, വെർട്ടിക്കൽ പെർമിബിലിറ്റി? ചോദ്യം KH ഡിവൈഡ് ബൈ KV എത്രയാണെന്നാണ്. KH ഡിവൈഡ് ബൈ KV എത്രയാ എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? അതായത് നിങ്ങൾ K ഹൊറിസോണ്ടൽ കണ്ടുപിടിക്കണം, K വെർട്ടിക്കൽ കണ്ടുപിടിക്കണം, ഇപ്പോൾ എഴുതിയ ഇക്വേഷൻസ് അടിസ്ഥാനത്തിൽ. അതിനു മുമ്പ് ഇതിനൊന്ന് നമുക്ക് ഒന്നിച്ചെഴുതാം, എല്ലാത്തിനെയും ഒരേ ടേമിൽ എഴുതാം. നോക്കിയാൽ ഇവിടെ നമുക്ക് മാറ്റി എഴുതാം. K1 ഈസിക്വൽ എന്താണ്? 10 times K2 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ആൻഡ് K2 എന്ന് പറയുന്നത് എന്താണ്? 10 times K3 ആണ്. സോ K1 എങ്ങനെ മാറ്റി എഴുതാം? 10 times K2 ന് പകരം എന്തെഴുതി? K2 എത്രയാണ്? 10 times എത്രയാണ്? K3 ആണ്. അതായത് K1 ഈസിക്വൽ എത്ര വരും? 100 times K3 എന്ന് വരും. ഇതാണ് ഫസ്റ്റ് റിലേഷൻ. ഓക്കെ, K1 ഈസിക്വൽ ടു 100 times K3 ആണ്. ആൻഡ് ഒബ്വിയസ്ലി K2 ഈസിക്വൽ എത്രയാണ്? 10 times K3 ആണ് അല്ലേ? K3 ആണ്. ആൻഡ് K3 എത്ര തന്നെയാണ്? K3 തന്നെയാണ്. ഓക്കെ അല്ലേ? സോ K1 നമ്മൾ K3 ടേംസിൽ എഴുതി, K2 K3 ടേംസിൽ എഴുതി. K3 തന്നെയാണ്. K3 തന്നെയാണ്. ഇതുപോലെ Z1 നോക്കിയേ, ഇവിടെ നോക്കിയേ Z3 ഈസിക്വൽ എന്ത് എഴുതാം? Z3 ഈസിക്വൽ ടു 3/2 എന്നാവൂലേ? 3/2 Z2 എന്നാവും. ആൻഡ് Z2 ഈസിക്വൽ എന്താണ്? 2 times Z1 ആണ്. സോ Z3 ഈസിക്വൽ ടു എന്ത് എഴുതാം? 3/2. Z2 ന് പകരം എന്ത് എഴുതാം? 2Z1 എന്ന് എഴുതാം. സോ 2 ക്യാൻസൽ ആയാൽ Z3 ഈസിക്വൽ എന്ത് കിട്ടും? 3Z1 എന്ന് കിട്ടും. 1 2. ആൻഡ് Z2 ഈസിക്വൽ എന്ത് ഓൾറെഡി ഉണ്ട്? Z2 ഈസിക്വൽ എത്രയാണ്? 2 times Z1 എന്നുണ്ട്. ആൻഡ് Z1 എത്ര തന്നെയാണ്? Z1 തന്നെയാണ്. സോ എല്ലാ Z3നെ Z1 ടേംസിൽ എഴുതി, Z2നെ Z1 ടേംസിൽ എഴുതി. Z1 തന്നെയാണ്. ഇനി ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി മിസ്റ്റർ. ആദ്യം K ഹൊറിസോണ്ടൽ കണ്ടുപിടിക്കും. K ഹൊറിസോണ്ടൽ is equal to K1 Z1 plus K2 Z2 plus K3 Z3
ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2 പ്ലസ് Z3 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എല്ലാ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യെസ്, എന്നിട്ട് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? സോ K1 എത്രയായിരുന്നു? വിൽ ബി ഈക്വൽ ടു 100 K3. Z1 എത്രയാണ്? Z1 തന്നെയാണ്. ഓക്കെ, Z1 തന്നെയാണ്. പ്ലസ് K2 എത്രയാണ്? 10 K3. Z2 എത്രയാണ്? 2 ടൈംസ് Z1 ആണ്. പ്ലസ് K3 തന്നെയാണ്. Z3 എത്രയാണ്? 3 ടൈംസ് Z1 ആണ്. ഡിവൈഡഡ് ബൈ Z1 എത്രയാണ്? Z1 തന്നെയാണ്. Z2 എത്രയാണ്? 2 ടൈംസ് Z1 ആണ്. പ്ലസ് Z3 എത്രയാണ്? 3 ടൈംസ് Z1 ആണ്. സോ എല്ലാത്തിനെയും നമ്മൾ ഒരേ ടേംസിൽ എഴുതി. K3യുടെയും Z1യുടെയും ടേംസിൽ എഴുതി. ഇഫ് യു കാൽക്കുലേറ്റ് ദാറ്റ് നോക്കിയേ, ഇവിടെ Z1 ഉണ്ട്, ഇവിടെ Z1 ഉണ്ട്, ഇവിടെ Z1 ഉണ്ട്, ഇവിടെയും Z1 ഉണ്ട്, ഇവിടെയും Z1 ഉണ്ട്, ഇവിടെയും Z1 ഉണ്ട്. ക്യാൻസൽ ആയി പുറത്തേക്ക് പോയി. ബാക്കി പറഞ്ഞേ എത്രയാണ്? 100 110 111 ഡിവൈഡ് ബൈ 3 4 3 2 6. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 20.5 K3 എന്ന് കിട്ടും. 20.5 K3 എന്ന് കിട്ടും. മുകളിലും താഴെയൊക്കെ Z1 ഉണ്ട്, ഒക്കെ ക്യാൻസൽ ആയി പോകും. Z1 കോമൺ ആക്കി പുറത്തെടുക്കുക. ഇവിടുന്ന് Z1 കോമൺ ആക്കി പുറത്തെടുക്കുക. എല്ലാം എന്താവും? ക്യാൻസൽ ആകും. ക്ലിയർ അല്ലേ? യെസ്. ഇത് നോക്കിയേ, ഇതാണ് K ഹൊറിസോണ്ടൽ. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് K ഹൊറിസോണ്ടൽ. ക്ലിയർ യെസ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? K വെർട്ടിക്കൽ നോക്കാം. K വെർട്ടിക്കൽ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? Z1 പ്ലസ് Z2 പ്ലസ് Z3 ഡിവൈഡ് ബൈ Z1 ബൈ K1 പ്ലസ് Z2 ബൈ K2 പ്ലസ് Z3 ബൈ K3 എന്നാണ്. ഓക്കെ അല്ലേ? യെസ്. Z1 എത്രയായിരുന്നു? Z1 തന്നെയാണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു Z1. Z2 2 ടൈംസ് Z1 ആണ്. Z3 എത്രയായിരുന്നു? 3 ടൈംസ് Z1 ആണ്. ഡിവൈഡ് ബൈ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എല്ലാത്തിനെയും ഒരേ ടേംസിൽ എഴുതാണ്. Z1 തന്നെയാണ്. ഡിവൈഡ് ബൈ K1 എന്ന് പറയുന്നത് എത്രയായിരുന്നു? K1 ആണോ? നമ്മൾ K3 ആണോ? ഏതാ മാറ്റി? നമ്മൾ K1 ഈസ് ഈക്വൽ ടു 100 K3 എന്നായിരുന്നു. പ്ലസ് Z2 2 ടൈംസ് Z1 ഡിവൈഡ് ബൈ K2 ഈസ് 10 ടൈംസ് K3 പ്ലസ് Z3 എത്രയാണ്? 3 ടൈംസ് Z1 ഡിവൈഡ് ബൈ K3 എന്ന് പറഞ്ഞാൽ K3 തന്നെയാണ്. K3 എന്ന് പറഞ്ഞാൽ K3 തന്നെ. സോ എല്ലാത്തിലും എന്താണ്? Z1 K3 കോമൺ ഉണ്ട്. ഓക്കെ, സോ ഇഫ് യു കാൽക്കുലേറ്റ് ദാറ്റ് യു വിൽ ഗെറ്റ് എല്ലാത്തിലും ഇവിടെ Z1 ഉണ്ട്, എല്ലാത്തിനും കോമൺ ആക്കി Z1 എടുത്തു. Z1 ക്യാൻസൽ ആയി. ബൈ ഫൈനലി ഡൂയിങ് ദ കാൽക്കുലേഷൻ യു വിൽ ഗെറ്റ് K വെർട്ടിക്കൽ ആസ് 1.869 K3 എന്ന് കിട്ടും. 1.869 K3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? കാൽക്കുലേഷൻ ആണ്, ബാക്കി മാത്തമാറ്റിക്കൽ. സോ KH എത്ര കിട്ടി? 20.5 എന്ന് കിട്ടി. യെസ്, 20.5 എന്ന് കിട്ടി KH. പിന്നെ KV എത്ര കിട്ടി? 1.869. സോ ചോദിച്ചിരിക്കുന്നത് K ഹൊറിസോണ്ടൽ ബൈ KV ആണ്, which is equal to 20.535 K3 divided by 1.869 K3 എന്ന് കിട്ടും. And while doing that calculation you will get that as 10.9684 ആണ്. 10.9684 അല്ലേ? ഒന്ന് ചെയ്തു നോക്കാം നമുക്ക്. 10.9684. Let me do that again. Let's do the calculator ഉപയോഗിക്കണേ. കാൽക്കുലേറ്റർ നമുക്ക് അവൈലബിൾ ആണ്. 20.5 ഡിവൈഡ് ബൈ 1.869. യെസ്, 10.968 എന്ന് കിട്ടും. സോ അതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ അല്ലേ? സോ നോക്കിയേ, ഇപ്പോൾ ചെറിയൊരു പോർഷൻ എടുത്തുള്ളൂ, ബട്ട് ഒരു സിമ്പിൾ ഫോർമുലയാണ്. ബട്ട് കാൽക്കുലേഷൻ എന്തുണ്ട്? ലേശം ലെങ്തി ആയിരിക്കും. എങ്ങനെ ലെങ്തി ആയാലും വേണ്ടില്ല, അവസാനം വരെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? സോ ഇപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ സോയിലിലെ പെർമിബിലിറ്റി ആണ് നമ്മൾ അവസാനിച്ചിരിക്കുന്നത്. പെർമിബിലിറ്റി ലാസ്റ്റ് പോർഷൻ ആയിരുന്നു. ആവറേജ് പെർമിബിലിറ്റി ഫോർ എ സ്ട്രാറ്റിഫൈഡ് സോയിലാണ്. ക്ലിയർ അല്ലേ? മറ്റൊരു പോർഷനുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.